أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഒരു ആമുഖ ഭാഷണത്തിന് പോലും ഇവിടെ പ്രസക്തമല്ല. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് കാവ്യരൂപത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളാണ്. അഭിവന്യരായ ഹാഫിള് ഡോക്ടർ ജുനൈദ് ജൗഹരി ഉസ്താദ് അവർ വളരെ സമ്പൂർണമായ ഒരു പ്രഭാഷണം ഇവിടെ നടത്തി. അതിലുടനീളം പറഞ്ഞൊരു കാര്യം, പുതിയ കാലത്ത് മീലാദാഘോഷങ്ങൾ ആരൊക്കെ വേണ്ടെന്ന് പറയുമ്പോഴും അത് കൂടുതൽ നടത്തണം എന്ന ഒരു സന്ദേശമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലം കൊണ്ട് ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യകരമായ ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. പുതിയ വളർന്നു വരുന്ന മക്കളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും അവിടുന്ന് പഠിപ്പിച്ച പാഠങ്ങളും നല്ലതുപോലെ പതിയേണ്ടതുണ്ട്. ഈ പ്രകീർത്തന സദസ്സ് തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെയൊക്കെ ഒരു ബാല്യകാലത്തിലേക്ക് ഞാനിങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ചെറുപ്പത്തിൽ ഞാനും നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചതും ഉറങ്ങിയതും ഒക്കെ ഒരു താരാട്ടുപാട്ട് കേട്ടിട്ടാണ്. നമ്മുടെ നബിയുടെ പേരെന്താ? പേര് മുഹമ്മദ് സ്വല്ലല്ലാഹ്. തങ്ങൾ ജനിച്ചത് മക്കത്ത്, വഫാത്തോ പുണ്യമദീനത്ത്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ്. ഇവിടെ ആൾക്കാരില്ലേ? വിളിച്ചുകൊണ്ട് ഞാൻ കാണാനിട്ടാണോ അല്ലെങ്കിൽ ഇല്ലാഞ്ഞിട്ടാണോ? ശബ്ദം കേൾക്കുന്നില്ല. ഹസ്ബി റബ്ബി, കുറച്ചുകൂടി ഒച്ചത്തിലല്ലേ? നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് കേട്ട് വളർന്ന ആളുകളാണ് നമ്മൾ. ഈ ഒരു പാട്ടാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ആദ്യമായിട്ട് ആരംഭപ്പൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നതും നമ്മുടെ ഉള്ളിൽ മുത്തുനബിയോടുള്ളൊരു ഇഷ്ടമുണ്ടാകുന്നതും. ഇൻഷാ അല്ലാഹ് പുതിയ കാലത്ത് പുതിയൊരു ശൈലിയിൽ ഇതിൻ്റെ ഒരുപാട് ഇതുപോലെ റസൂലുള്ളാഹിൻ്റെ അറിവുകൾ ഉൾപ്പെടുത്തിയ നല്ലൊരു മദ്ഹ് പാടിയിട്ട് ഈ ബുർദയുടെ മജ്ലിസ് ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കഴിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പാടുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ ഞാൻ ആംഗ്യം കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് കൂടെ പാടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ ആ സന്തോഷത്തിൻ്റെ പേരിൽ പരിശുദ്ധ ഖുർആൻ മുഖം കെട്ടുപോകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാനല്ല, ഡയറക്റ്റ് അള്ളാഹു പറഞ്ഞ ഒരാളുണ്ട്, അബൂലഹബ്. ആ അബൂലഹബിന് പോലും ഇളവ് നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സന്തോഷത്തിൽ, ഒരു കുഞ്ഞുണ്ടായി എന്നതിൻ്റെ സന്തോഷത്തിൻ്റെ പേരിൽ അടിമയെ മോചിപ്പിച്ചപ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും വലിയ സാമ്പത്തിക ചെലവുകൾ വഹിച്ചുകൊണ്ട് ഇത്രയും വലിയ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ഉറപ്പാണ് ഇതൊക്കെ സ്വീകരിക്കപ്പെടും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ?
കഅബയതുള്ള മക്കത്താ. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബയതുള്ള മക്കത്താ. മുത്ത് വഫാത്തായ ഭൂമി മദീന, മണ്ണിലെ ചേലുള്ള സ്വർഗത്തോപ്പ. ഹക്ക് പഠിപ്പിക്കാൻ റബ്ബ് അയച്ചുള്ള അംബിയ മുർസലിൽ ഖാത്തിമര. ആമിന ബേവി പൊന്നുമ്മ, ബേവി ഹലീമ പോറ്റുമ്മ. ആമിന ബേവി പൊന്നുമ്മ, ബേവി ഹലീമ പോറ്റുമ്മ. ആരംഭ പൈതൽ പിറക്കും മുന്നേ പിരിഞ്ഞു പൊന്നുപ്പ അബ്ദുള്ള. ആദ്യത്തെ ഭാര്യ ഖദീജുമ്മ, അവരിൽ പിറന്നത ഫാത്തിമ. ആദ്യത്തെ ഭാര്യ ഖദീജുമ്മ, അവരിൽ പിറന്നു ബി ഫാത്തിമ. അഹ്ലു ബൈത്തിലെ കണ്ണികൾ ചേരുന്ന ഹസൻ ഹുസൈൻ ഒരേ പൊന്നുമ്മ. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ. മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബയതുള്ള മക്കത്താ. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബയതുള്ള മക്കത്താ. 6-ാം വയസ്സിൽ അബവായിൽ വെച്ച് പൊന്നുമ്മ ആമിന ബീവി പിരിഞ്ഞു. ആറ്റലെ പോറ്റി പിന്നുപ്പാപ്പ അബ്ദുൽ മുത്തലിബ് 8-ാം വയസ്സിൽ മറഞ്ഞു. 6-ാം വയസ്സിൽ അബവായിൽ വെച്ച് പൊന്നുമ്മ ആമീന ബീവി പിരിഞ്ഞു. ആറ്റലെ പോറ്റി പിന്നുപ്പാപ്പ അബ്ദുൽ മുത്തലിബ് 8-ാം വയസ്സിൽ മറഞ്ഞു. യതീമായി വളർന്നു നബി, സത്യം മാത്രം പറഞ്ഞു നബി. യതീമായി വളർന്നു നബി, സത്യം മാത്രം പറഞ്ഞു നബി. ഹക്ക് തൊടാത്തൊരു കാലത്ത് സത്യം പറഞ്ഞപ്പോൾ മക്ക മുഴുക്കെ സ്നേഹത്തോടെ വിളിച്ചു അൽ അമീൻ, അൽ അമീൻ, അൽ അമീൻ, അൽ അമീൻ. മുത്ത് നബിയുടെ പേരെന്താ? നിങ്ങളിവിടെ ഉണ്ടോ? മുത്ത് നബിയുടെ പേരെന്താ? ഇവിടെയുള്ള ഈ നേതാക്കളൊക്കെ നല്ല ഉച്ചത്തിൽ ചെല്ലുന്നുണ്ട്. ബേക്കിലുള്ള അണികളാണ് സൗണ്ട് കുറഞ്ഞാണ്. മുത്ത് നബിയുടെ പേരെന്താ? മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബയതുള്ള മക്കത്താ. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബയതുള്ള മക്കത്താ. 63 വയസ്സ് കാലം മണ്ണിൽ ജീവിച്ചു മുത്ത് നബി. അന്ത്യപ്രവാചകരെന്ന ദൗത്യം നബിയായി 40-ൽ വഹിയിറങ്ങി. 63 വയസ്സ് കാലം മണ്ണിൽ ജീവിച്ചു മുത്ത് നബി. അന്ത്യപ്രവാചകരെന്ന ദൗത്യം നബിയായി 40-ൽ വഹിയിറങ്ങി. 53 വയസ്സിലന്ന് പുണ്യമദീനത്ത് ഹിജ്റ പോയി. അബൂബക്കർ ഉമറും ഉസ്മാൻ അലിയും ഖുലഫാഉൽ അർബഅ പിൻഗാമി. മുത്തിനെ ഹൃത്തിൽ ചേർത്ത് വെക്കുന്നൊരു നാളെ മഹിശറ മുറ്റത്ത് സ്നേഹത്തോടെ വിളിക്കും ഉമ്മത്തി, 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 ഉമ്മത്തി. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബയതുള്ള മക്കത്ത. മുത്ത് വഫാത്തായ ഭൂമി മദീന, മണ്ണിലെ ചേലുള്ള സ്വർഗത്തോപ്പ. ഹക്ക് പഠിപ്പിക്കാൻ റബ്ബ് അയച്ചുള്ള അംബിയ മുർസൽ ഖാത്തിമര. ആമിന ബേവി പൊന്നുമ്മ, ബേവി ഹലീമ പോറ്റുമ്മ. ആമിന ബേവി പൊന്നുമ്മ, ബേവി ഹലീമ പോറ്റുമ്മ. ആരംഭ പൈതൽ പിറക്കും മുന്നേ പിരിഞ്ഞു പൊന്നുപ്പ അബ്ദുള്ള. ആദ്യത്തെ ഭാര്യ ഖദീജുമ്മ,
അവരിൽ പിറന്നു ബി ഫാത്തിമ ആദ്യത്തെ ഭാര്യ ഖദീജുമ്മ അവരിൽ പിറന്നു ബി ഫാത്തിമ അഹ്ലു ബൈത്തിലെ കണ്ണികൾ ചേരുന്ന ഹസൻ ഹുസൈനുരെ പൊന്നുമ്മ മുത്ത് നബിയുടെ പേരെന്താ മുഹമ്മദ് മുസ്തഫ മുത്ത് ജനിച്ചുള്ള നാടേതാ കഅബയത്തുള്ള മക്കത്ത. ഒരാളെപ്പോഴും ഇങ്ങനെ കള്ളു കുടിക്കും. ഒരുപാട് തവണ അയാൾക്ക് താക്കീത് കൊടുത്തു. അങ്ങനെ വീണ്ടും ഒരിക്കൽ കള്ളു കുടിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കള്ളു കുടിച്ച ആളെ വല്ലാതെ ഒരു മോശമായ രൂപത്തിൽ എന്നോട് എത്ര തവണ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിക്കരുത്, പിന്നെയും നീ അങ്ങനെ ചെയ്യാണോ എന്നൊരു രൂപത്തിൽ പെരുമാറി. ആ സമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമറെ, അയാളെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, അയാളുടെ ഉള്ളിൽ എന്നോടുള്ള മഹബ്ബത്തുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ആ മനുഷ്യൻ ആ കള്ളുകുടിയൊക്കെ മാറിയിട്ട് നല്ല മനുഷ്യനായി വഫാത്തായി എന്ന് ചരിത്രത്തിൽ കാണാം. നമ്മുടെ മക്കൾ ഇങ്ങനെ ഡ്രഗ്സിനും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നേരത്തെ ICF-ൻ്റെ ജനറൽ സെക്രട്ടറിയായ ഉസ്താദ് അവർകൾ പറഞ്ഞു, അല്ലെങ്കിൽ സഖാഫി ഉസ്താദ് അവർകൾ പറഞ്ഞു. നമുക്കതിനുള്ള ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഖൽബിൽ മഹബ്ബത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പാട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പാടിയത്. പണ്ട് നമ്മൾ കേട്ടു വന്ന താരാട്ട് പാട്ട് മാറി ആ സ്ഥാനത്ത് ഇലുമിനാലിറ്റി പോലെയുള്ള പാട്ടുകൾ വന്നപ്പോഴാണ് ഉള്ളിൽ മഹബ്ബത്ത് നഷ്ടപ്പെട്ടു പോയത്. അത് ഉമ്മമാരാണെങ്കിലും ഉപ്പമാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും വളർന്നു വരുന്ന മക്കൾക്ക് മാതൃക ആവേണ്ട ആളുകൾ ആദ്യം നന്നാവണം. നേരത്തെ ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ അത് പറഞ്ഞു, നമ്മുടെ മക്കൾ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാറിക്കൊണ്ടാണെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മഹബ്ബത്തുള്ള മക്കളായി മക്കളെയും നമ്മളെയും മാറ്റിത്തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മദ്ഹിലേക്ക് കടക്കുകയാണ്. ഹൃദയമാണെൻ്റെ നബി ഇരുൾ നീക്കിയ പൊൻപുലരി ഇമകളിൽ കുളിരേകിടുമീ ഇറയവൻ വരദാനനിധി. ഹൃദയമാണെൻ്റെ നബി ഇരുൾ നീക്കിയ പൊൻപുലരി ഇമകളിൽ കുളിരേകിടുമീ ഇറയവൻ വരദാനനിധി. ഹൃദയമാണെൻ്റെ നബി. അഹ്സനുൽ വജ്ഹിൻ മികവിൽ അഴകു പെയ്തു ലോകമിതിൽ അക്മലുൽ ഖുലുഖിൻ പൊലിവിൽ ഒഴുകി ലോകർ നീൻ വഴിയിൽ. അഹ്സനുൽ വജ്ഹിൻ മികവിൽ അഴകു പെയ്തു ലോകമിതിൽ അക്മലുൽ ഖുലുഖിൻ പൊലിവിൽ ഒഴുകി ലോകർ ദീൻ വഴിയിൽ. സർവലോക സ്വഭാവമൊന്നിച്ചു നബി തങ്ങളിൽ സകല നന്മ സ്നേഹപാഠം കണ്ടു ജീവിതമിൽ. അതിശയം നബി അത്ഭുതം നിധി ആരംഭ റസൂലുള്ള വിസ്മയം വിസ്മയം. ഹൃദയമാണെൻ്റെ നബി ഇരുൾ നീക്കിയ പൊൻപുലരി ഇമകളിൽ കുളിരേകിടുമീ ഇറയവൻ വരദാനനിധി. ഹൃദയമാണെൻ്റെ നബി. മക്കത്തെ മണ്ണിലന്ന് മുഖ്യ ഖുറൈശി പൊന്ന് മൺകുടിലിനുള്ളിൽ സുജൂദിലായി പിറന്ന മാലാഖമാരും വന്ന് മർഹബ പാടിടുന്ന മാണിക്യക്കല്ലിൻ ചേലിൽ ലോകം തിളങ്ങിടുന്ന. മക്കത്തെ മണ്ണിലന്ന് മുഖ്യ ഖുറൈശി പൊന്ന് മൺകുടിലിനുള്ളിൽ സുജൂദിലായി പിറന്ന മാലാഖമാരും വന്ന്
മർഹബ പാടിടുന്ന മാണിക്യക്കല്ലിൻ ചേലിൽ ലോകം തിളങ്ങിടുന്ന മിസ്കിന്റെ സുഗന്ധം പരന്നിടുന്ന മിഫ്താഹുൽ ജന്ന നബി പിറന്ന ആരംഭ നബി മുത്ത് ആലത്തിൻ നിഅമത്ത് ആമീന ബി പടിത്താരാട്ട് ഹൃദയമാണെൻ്റെ നബി ഇരുൾ നീക്കിയ പൊൻപുലരി ഈ മകളിൽ കുളിരേകിടുമീ ഇറയവൻ വരദാനനിധി ഹൃദയമാണെൻ്റെ നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈക സല്ലല്ലാഹു 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 അലൈക നൂറല്ലാഹ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈക സല്ലല്ലാഹു 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 അലൈക നൂറല്ലാഹ്. മിഴിനീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ത്വാഹ റസൂലുള്ളാഹ്. ഇഷ്കിനാൽ മിഴിപ്പൂട്ടി ഞാനൊന്നു റങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുള്ളാഹ് മുത്ത് നബിയുള്ളാഹ്. മിഴിനീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ത്വാഹ റസൂലുള്ളാഹ്. ഇഷ്കിനാൽ മിഴിപ്പൂട്ടി ഞാനൊന്നുറങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുള്ളാഹ് മുത്ത് നബിയുള്ളാഹ്. പാൽനില പൂരണ ചന്ദിരം ആറ്റൽ മുഖം കണ്ടാൽ മാനത്ത് പാൽനില പൂരണ ചന്ദിരൻ ആറ്റൽ മുഖം കണ്ടാൽ നാണിച്ചു കാർമുകിൽ പിന്നിലൊളിക്കുന്ന പ്രഭയാണ് നൂറുള്ളാഹ്. നാണിച്ചു കാർമുകിൽ പിന്നിലൊളിക്കുന്ന പ്രഭയാണ് നൂറുള്ളാഹ് ആറ്റൽ നബിയുള്ളാഹ്. മിഴിനീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ത്വാഹ റസൂലുള്ളാഹ്. ഇഷ്കിനാൽ മിഴിപ്പൂട്ടി ഞാനൊന്നുറങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുള്ളാഹ് മുത്ത് നബിയുള്ളാഹ്. മൂവന്തി നേരത്ത് ചെങ്കടലോരത്ത് പകലോനുതി കൊണ്ടാൽ മൂവന്തി നേരത്ത് ചെങ്കടലോരത്ത് പകലോനുതി കൊണ്ടാൽ സൂര്യൻ ചെന്നാഴിയിൽ പൊന്മുഖം പൂത്തുന്ന നിറമൻ റസൂലുള്ളാഹ്. സൂര്യൻ ചെന്നാഴിയിൽ പൊന്മുഖം പൂത്തുന്ന നിറമൻ റസൂലുള്ളാഹ് ത്വാഹ ഹബീബുള്ളാഹ്. മിഴിനീട്ടി നോക്കുമ്പോൾ അഴകായി ജ്വലിക്കുന്നു ത്വാഹ റസൂലുള്ളാഹ്. ഇഷ്കിനാൽ മിഴിപ്പൂട്ടി ഞാനൊന്നുറങ്ങിയാൽ കനവിൽ വന്നെത്തും ഹബീബുള്ളാഹ് മുത്ത് നബിയുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ
صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم من تذكر جيران بذي سلم ما زجت دمعا جرى من مقلة بدم أم هبت الريح من تلقاء كظيمة وأومض البرق في ظلماء من عظم فما لعينيك إن قلت كفوفها وما لقلبك إن قلت استفق ياهبي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أيحسب الصب أن الحب منكتم ما بين منسجم منه ومضطرب لولا الهوى لم تريق دمعا على ضللي ولا أرقت لذكر الباني والآلم فكيف تنكر حبا بعدما شهدت به عليك عدول الدمع والسقم صل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأثبت الوجد خطي عبرة وظل مثل البهار على خديك والعنم نعم سرى طيف من أهوى فأرقني والحب يعترض لذاتي بالألم يا لئيمي في الهوى العذري معذرة إني إليك ولو أنصفت لم تلومي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم عادتك حالي على سري بمستتر عن الوشاة ولا دائي بمنحسم محضتني النصح لكن لست أسمعه إن
المحب عن العذال في صممي إني اتهمت نصيح الشيب في عذالي والشيب أبعد في نصح عني تهامي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا سيد السادات يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعدي എന്നാണെൻ്റെ കിനാ കൊതി തീരണ രാവ് റസൂലല്ലാ ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല എന്നാണെൻ്റെ കിനാ കൊതി തീരണ രാവ് റസൂലല്ലാ ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല മൻ റഅ വജ്ഹക യസ്അദ് യാ റസൂലല്ലാഹ് മൻ റഅ വജ്ഹക യസ്അദ് യാ ഹബീബല്ലാഹ് പുന്നാര പൂവിൻ്റെ കവിൾ തടമെന്തൊരലങ്കാരം പൊന്നൂറിൻ്റെ പ്രഭാകിരണങ്ങൾ എന്തു ചമൽക്കാരം പുഞ്ചിരി കണ്ടാൽ അതുമതി ജീവിത വിജയ പുരസ്കാരം പഞ്ചാരത്തിരുമേനി മണത്തവർ ഇരുജഗമിൽ താരം എന്നാണെൻ്റെ കിനാ കൊതി തീരണ രാവ് റസൂലല്ലാഹ് ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല എന്നാണെൻ്റെ കിനാ കൊതി തീരണ രാവ് റസൂലല്ലാഹ് ഒന്നാ പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല മൻ റഅ വജ്ഹക യസ്അദ് മൻ റഅ വജ്ഹക യസ്അദ് യാ റസൂലല്ലാഹ് മൻ റഅ വജ്ഹക യസ്അദ് യാ ഹബീബല്ലാഹ് മുത്ത് റസൂലുള്ളാഹേ ഞാൻ കണ്ടിടുവാനായി എത്ര കൊതിത്ത് മുത്താറ്റൽ നൂറുള്ളാന്റെ സ്വലാത്തു മുരത്തതിനായ ആശിത്ത് മുത്ത് റസൂലുള്ളാഹേ ഞാൻ കണ്ടിടുവാനായി എത്ര കൊതിത്ത് മുത്താറ്റൽ നൂറുള്ളാന്റെ സ്വലാത്തു മുരത്തതിനായ ആശിത്ത് മുത്തഖിയല്ലേലും തങ്ങളെ കാണാം നബവി ഇമാമു മുരത്ത് മുത്തഖിയല്ലേലും
തങ്ങളെ കാണാം നബവി ഇമാമുമുരത്ത്. മുത്തേ ഞാനെന്ന് തുടങ്ങിയതാണി വേദന കോർത്തിടും ബൈത്ത്. മുത്തേ ഞാനെന്നു തുടങ്ങിയതാണി വേദന കോർത്തിടും ബൈത്ത്. ആരംഭപ്പൂനബിയാരുടെ തിരുവചുകളി കണ്ടാൽ ആലമിലിനി അതിനേക്കാളൊരു സുഖനിധി വേറെന്താ. ആനന്ദ പൂനബിയാരുടെ തിരുവചുകളി കണ്ടാൽ ആലമിലിനി അതിനേക്കാളൊരു സുഖനിധി വേറെന്താ. ആഗ്രഹമേറുന്നുണ്ടെൻ്റെ കിനാവിൽ നബി വന്നാൽ. ആഗ്രഹമേറുന്നുണ്ടെൻ്റെ രാവിൽ നബി വന്നാൽ. മൻ റആ വജ്ഹക യസ്അദ് യാ റസൂലല്ലാഹ്. മൻ റആ വജ്ഹക യസ്അദ് യാ ഹബീബല്ലാഹ്. നബിയെ ഞാനൊത്തിരി വേദനയാലെ കുറിത്തൊരു പാട്ടിതു സത്യം. നിധിയെ തിരുമൊഴികൾ മറന്നൊരു ജീവിതമാലയുന്നിവർ നിത്യം. നബിയേ നബിയെ ഞാനൊത്തിരി വേദനയാലെ കുറിത്തൊരു പാട്ടിതു സത്യം. നിധിയെ തിരുമൊഴികൾ മറന്നൊരു ജീവിതമാലയുന്നിവർ നിത്യം. നറുമുല്ല പുഞ്ചിരി കണ്ടൊരു പുതുജീവിതമാശിത്തതു മാത്രം. നറുമുല്ല പുഞ്ചിരി കണ്ടൊരു പുതുജീവിതമാശിത്തതു മാത്രം. നബി മധുഹുകൾ പാടിടുവോരുടെ പൂതി ലഭിത്തെന്നാണു ചരിത്രം. നബി മധുഹുകൾ കേട്ടിടുവോരുടെ പൂതി ലഭിത്തെന്നാണു ചരിത്രം. ആരംഭപ്പൂനബിയാരെ കണ്ടവരെ കണ്ടാൽ ആഗ്രഹമോടെ ഞാൻ നോക്കിയിരുന്നത് കൊതികൊണ്ട. ആരംഭപ്പൂനബിയാരെ കണ്ടവരെ കണ്ടാൽ ആഗ്രഹമോടെ ഞാൻ നോക്കിയിരുന്നത് കൊതികൊണ്ട. ആഗ്രഹമേറുന്നുണ്ടെൻ്റെ കനവിൽ നബി വന്നാൽ. മൻ റആ വജ്ഹക യസ്അദ് യാ റസൂലല്ലാഹ്. മൻ റആ വജ്ഹക യസ്അദ് യാ ഹബീബല്ലാഹ്. എന്നാണെൻ്റെ കിനാ കൊതി തീരണ രാവ് റസൂലല്ലാഹ്. ഒന്നാ പൂമുഖദർശന സൗഭാഗ്യം തരുമോ മുല്ല. എന്നാണെൻ്റെ കിനാ കൊതി തീരണ രാവ് റസൂലല്ലാഹ്. ഒന്നാ പൂമുഖദർശന സൗഭാഗ്യം തരുമോ മുല്ല. മൻ റആ വജ്ഹക യസ്അദ് യാ റസൂലല്ലാഹ്. മൻ റആ വജ്ഹക യസ്അദ് യാ ഹബീബല്ലാഹ്. അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ തൗഫീഖ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ പെടാനുള്ള ഭാഗ്യം ലഭിച്ചു എന്ന് നേരത്തെ ജുനൈദ്
ജൗഹരി ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ അവസാനത്തിൽ പറഞ്ഞു, ആ ഒരു സൗഭാഗ്യം എത്രയാണെന്ന്. വേറൊരാൾക്കും കിട്ടാത്ത, മറ്റെല്ലാ നബിമാരും മഹ്ശറയിൽ റസൂലുള്ളാഹിനോട് അവിടുത്തെ ഉമ്മത്താവാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുമെന്ന് നമുക്ക് ഹദീസുകളിൽ വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ ഉമ്മത്തിൽ പെടുത്തി നാളെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആ മുത്തുനബിക്ക് അവിടുത്തെ ഉമ്മത്ത് സങ്കടപ്പെടുന്നത് തീരെ സഹിക്കാൻ കഴിയില്ല, ആ ഉമ്മത്ത് വിഷമിക്കുന്നത് തീരെ സഹിക്കാൻ കഴിയില്ല. അത്രയേറെ റഊഫും റഹീമുമായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബി തങ്ങളെ വല്ലാതെ സ്നേഹിക്കാൻ, അതിനൊരു ഒരു ഒരു മഹബത്തിൻ്റെ ചെറിയൊരു വിത്ത് പാകാൻ ഈ ഒരു മജ്ലിസ് കാരണമാക്കി തിരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلوا وسلموا على خير البشر اللهم صل وسلم وبارك عليه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന ഇതിൻ്റെ സംഘാടകർ, സഹായിച്ചവർ, സാമ്പത്തികമായി, ശാരീരികപരമായി, മാനസികപരമായി ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ സഹകരിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും അർഹമുർ-റഹീമായ അല്ലാഹ് നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അർഹമുർ-റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ ഈ മദ്ഹിൻ്റെ മജ്ലിസ് കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുകയും അവിടുന്ന് കൊണ്ട് സന്തോഷിക്കുന്നവർക്ക് നീ നൽകുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തുകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. നാളെ റസൂലുള്ളാഹിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള ഒരു ഭാഗ്യം, അതിനു പറ്റിയൊരു സൽക്കർമ്മമായി ഈ സംഗമത്തെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ വന്നുപോയ പാകപ്പിഴവുകൾ നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത, പ്രത്യേകിച്ച് ഈ ഒരു പരിപാടി നടക്കുമ്പോൾ ഏതൊക്കെ രൂപത്തിൽ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ മനസ്സിൽ എന്തൊക്കെ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളുമുണ്ടോ എല്ലാം നീ പൂർത്തീകരിച്ച് സഫലമാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഈ ICF-ഉം RSCയും ഇതുപോലുള്ള മദ്രസ സംവിധാനങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മുമ്പേ നടന്ന ഞങ്ങളുടെ നേതാക്കൾ, പണ്ഡിതന്മാർ എല്ലാവരുടെയും ദറജനെ നീ ഉയർത്തണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന നേതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. റബ്ബന ഇഗ്ഫിർ ലനാ വലിവാലിദീന റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ ولأساتذنا ولمشائخنا ولإخواننا الذين سبقونا بالإيمان آمين برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب.